ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂഫിസം ഇസ്ലാമിലെ ആത്മീയവും നിഗൂഢവുമായ ഒരു ധാരയാണ്. ബാഹ്യമായ നിയമങ്ങൾക്കപ്പുറം അള്ളാഹുവുമായുള്ള ആഴത്തിലുള്ള ആത്മബന്ധത്തിനും ദിവ്യാനുരാഗത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു ജീവിത രീതിയാണ് തസവൂഫ്. സാധാരണയായി ഇസ്ലാമിലെ കർശനമായ നിയമങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറം ഹൃദയശുദ്ധിക്കും ആന്തരിക പ്രകാശത്തിനും സൂഫികൾ പ്രാധാന്യം നൽകുന്നു. ഇതിനെ ഇസ്ലാമിൻ്റെ മിസ്റ്റിക്കൽ ഡയമെൻഷൻ എന്ന് വിശേഷിപ്പിക്കാം. സൂഫിസത്തിൻ്റെ അടിസ്ഥാന തത്വം, അതായത് സൂഫിസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് ഖുർബാണ്, ദൈവസാമീപ്യം നേടുക എന്നുള്ളതാണ്. ഇതിനായി സൂഫികൾ ചില പ്രത്യേക പാതകളിലൂടെ സഞ്ചരിക്കുന്നു. ഇഹ്സാൻ, അള്ളാഹുവിനെ കാണുന്നത് പോലെ അവനെ ആരാധിക്കുക എന്ന തത്വമാണിത്. നമ്മൾ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മെ കാണുന്നുണ്ടെന്ന ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ അവസ്ഥ ആന്തരിക ശുദ്ധീകരണത്തിലേക്കും സൽക്കർമ്മങ്ങളിലേക്കും നയിക്കുന്നു. മറ്റൊന്ന് ദിക്റാണ്, ദൈവസ്മരണ. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ആവർത്തിച്ച് ചൊല്ലുന്നതിലൂടെയും ഖുർആൻ പാരായണത്തിലൂടെയും ഹൃദയത്തിൽ ദൈവസ്മരണ നിറക്കുക എന്നതാണ് ദിക്ർ. ഇത് മനസ്സമാധാനത്തിനും ആത്മീയ ഉണർവിനും സഹായിക്കുന്നു. പല സൂഫിധാരകൾക്കും അവരുടേതായ ദിക്ർ രീതികളുണ്ട്. മറ്റൊന്ന് തവക്കുലാണ്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ അർപ്പിച്ച് അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്നതാണിത്. ഇത് മാനസിക സമ്മർദ്ദം കുറക്കാനും അള്ളാഹുവിനെ അംഗീകരിക്കാനും സഹായിക്കുന്നു. മറ്റൊന്ന് ഫനാ, സ്വയം അപ്രത്യക്ഷമാവൽ. സൂഫിസത്തിലെ ഏറ്റവും ഉയർന്ന അവസ്ഥകളിൽ ഒന്നാണിത്. വ്യക്തിയുടെ സ്വാർത്ഥതയും അഹന്തയും ഇല്ലാതാവുകയും അള്ളാഹുവിൽ പൂർണ്ണമായി ലയിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇത് ഞാനെന്ന ഭാവം ഇല്ലാതെയായി ദൈവത്തിൻ്റെ ഏകത്വത്തിൽ ലയിക്കുന്ന അനുഭവമാണ്. ഇത് ലഹരിയോടെയുള്ള ഒരവസ്ഥയല്ല, മറിച്ച് ദൈവബോധത്തിൽ അലിഞ്ഞു ചേരുന്ന അവസ്ഥയാണ്. മറ്റൊന്ന് മുറാഖബ, ആത്മപരിശോധന. സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും നിരന്തരം നിരീക്ഷിക്കുകയും ആന്തരികമായ തെറ്റുകൾ തിരുത്തുകയും ചെയ്യുക. ഇത് ആത്മീയ പുരോഗതിക്ക് അത്യാവശ്യമാണ്. സൂഫികൾ ഒരു ത്വരീഖത്ത്, അതായത് ഒരു ആത്മീയ പാത പിന്തുടരുന്നു. ഓരോ ത്വരീഖത്തിനും അതിൻ്റെതായ ആചാരങ്ങളും മര്യാദകളുമുണ്ട്. ഒരു ഷെയ്ഖിൻ്റെ, അതായത് ഒരു ആത്മീയ ഗുരുവിൻ്റെ കീഴിലാണ് സാധാരണയായി സൂഫികൾ ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്നത്. ഷെയ്ഖ് ശിഷ്യനെ ശരിയായ പാതയിലൂടെ നയിക്കുകയും ആത്മീയമായ ഉൾക്കാഴ്ചകൾ നൽകുകയും ചെയ്യുന്നു. ഗുരുവിൻ്റെ മാർഗനിർദ്ദേശമില്ലാതെ സൂഫിസത്തിൽ വിജയിക്കുക എന്നത് പ്രയാസകരമാണ്. സൂഫിസത്തിൽ ഖാദിരിയ, ചിശ്തിയ, നഖ്ശബന്ദിയ, സുഹ്റവർദിയ തുടങ്ങി ധാരാളം പാതകളുണ്ട്. ഓരോന്നിനും അവരുടേതായ പ്രാദേശിക സ്വാധീനങ്ങളും വ്യത്യസ്തമായ ദിക്ർ രീതികളുമുണ്ട്. സൂഫിസം എന്നുള്ളത് ജീവിതത്തെയും പ്രപഞ്ചത്തെയും ദൈവത്തെയും ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ആന്തരിക യാത്രയാണ്. ഇത് മനുഷ്യനെ കൂടുതൽ സ്നേഹിക്കാനും സഹാനുഭൂതിയുള്ളവനാക്കാനും സാഹോദര്യം വളർത്താനും പ്രേരിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു